അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് ഉണ്ണി കുളത്തുപുഴ, എൻ്റെ ആത്മസുഹൃത്താണ്. അദ്ദേഹം ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇപ്പോൾ 101 കവിതാ സമാഹാരം രചിച്ചു കഴിഞ്ഞു. അടുത്ത അത് അങ്ങനെ പബ്ലിഷ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യത്തെ എൻ്റെ ഒരു കവിതാ സമാഹാരം അത് ഇങ്ങനെ വളരെ ആലോചിച്ച് പുറത്തിറക്കേണ്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ടൊക്കെ സാവകാശത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ശരി തന്നെ 2026 എൻ്റെ ആഗ്രഹം സഫലീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് 101 കവിതാ സമാഹാരം എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് അദ്ദേഹം എഴുതി തീർത്തത്. അതിനകത്ത് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നിമിഷ കവിയാണ്, അസാധ്യ കഴിവുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി കവിത. അപ്പം ഞാൻ എഴുതിയ ദൈവമേ നിന്നെ ഓർത്ത് എന്ന കവിത ഞാൻ ആലപിക്കാം. നല്ല ചിന്തകൾ ഉള്ളിൽ വിളങ്ങണം, നല്ല വാക്കുകൾ ചൊല്ലുവാനാവണം, നന്ദിയോടെ സ്മരിക്കുന്നു ദൈവമേ ഇന്നു നൽകിയ നന്മകൾക്കത്രയും. ഇനി വരും കാലമത്രയും നിന്നുടെ കരുണയിൽ കഴിയാനായി കഴിയണം. കരുണ കാരുണ്യമേകി നീ ഞങ്ങളെ നിൻ കരവലയത്തിലായി ചേർക്കണം. രോഗദാരിദ്ര്യ ദുഃഖങ്ങളേകാതെ രോഗിയായി വലയാതെ ഭൂമിയിൽ ജീവനുള്ളൊരാ കാലമതത്രയും കാത്തുകൊള്ളണേ കാരുണ്യവാരിതേ. നല്ല ദാമ്പത്യ ബന്ധത്തിനർഹത നൽകി നീ ചേർത്തു വച്ചോരിണകളെ ആയുരാരോഗ്യ സൗഖ്യങ്ങളേകി നീ കാത്തുകൊള്ളണേ ദൈവമേ നിത്യവും. ഇന്നിവർ പുതുജീവിതത്തോണിയിൽ യാത്രയാരംഭമാകുന്ന വേളയിൽ ഒരു നിഴൽ പോലെ കൂടെയുണ്ടാവണേ. ദിശ തിരിഞ്ഞിടിൽ നേർദിശ കാട്ടുവാൻ നിന്നിലർപ്പിതമാകുന്നു ദൈവമേ. എൻ്റെ ഓരോ നിമിഷവും ജീവനും നന്ദി ചൊല്ലുകയാണു ഞാൻ ദൈവമേ. നിന്റെ കാരുണ്യമോർത്തിട്ടു നിത്യവും നന്ദി ചൊല്ലുകയാണു ഞാൻ ദൈവമേ. നിന്റെ കാരുണ്യമോർത്തിട്ടു നിത്യവും. താങ്ക് യു. അപ്പോ ഉണ്ണി ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഫേസ്ബുക്കിനകത്തെ കുറിച്ച് കവിത അല്ല? ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ളത് തന്നെയാണ്. എൻ്റെ 101ാമത്തെ കവിതയാണത്. പക്ഷെ ഞാൻ 101 അതിൽ കൂടുതലൊക്കെ എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ തന്നെ. എന്നാലും ഒരു ക്രമമനുസരിച്ച് 101 കവിതകളിലേക്കുള്ള യാത്ര എന്നും പറഞ്ഞാണ് ഫേസ്ബുക്കിൽ എഴുതിയത്. അത് 101 കഴിഞ്ഞു. ഇപ്പം 105 എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. എന്നാലും ഇപ്പം ഈ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അടുക്കും ചിട്ടയോടും കൂടി ഞാനിപ്പോൾ 101 കവിത എഴുതി അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഈ ഉണ്ണി കുളത്തുപുഴ എന്ന എഴുത്തുകാരനെ പരിചയപ്പെടുന്നതും. ഇദ്ദേഹം എനിക്ക് ഒരു ജീവിതഗന്ധിയായ അതായത് ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ എനിക്കൊരു കവിത എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം എനിക്കത് ആലപിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അതുപോലെ ഞാനൊരു സംശയം ചോദിക്കട്ടെ, താങ്കൾ ഓരോ കവിതകൾ എഴുതുമ്പോൾ അതിനുള്ള ഈണം താങ്കൾ തന്നെയാണോ? ഞാൻ ഈണം ചെയ്താണ് എഴുതുന്നത്, അല്ലാതെ എഴുതിയതിനു ശേഷം ഈണം ചെയ്യാൻ നിൽക്കാറില്ല. ഈണം ചെയ്ത്, അതായത് ഓരോ വരി എഴുതുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അതിൻ്റെ ആ ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് എഴുതി പോവുക ചെയ്യുന്നത്. അല്ലാതെ എഴുതിയതിനു ശേഷം അതിൽ നിന്ന് ഇങ്ങനെ ട്യൂൺ ചെയ്തിട്ട് വിട്ടുതിരുത്തി അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. എഴുതി കൊണ്ടിരിക്കുമ്പോഴേ ട്യൂൺ ചെയ്ത് എഴുതി അത് ചൊല്ലി തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കവിതകൾ എനിക്ക് ചൊല്ലാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ അദ്ദേഹം എനിക്ക് ഒറ്റമുറി ജീവിതം എന്ന ഷോർട്ട് ഫിലിമിനോട്ട് ഒരു കവിത എഴുതി തന്നിട്ടുണ്ട്. ആ കവിത അദ്ദേഹം എനിക്ക് ചൊല്ലി കേൾപ്പിച്ചതിന് ശേഷം അന്ന് മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് ഫേസ്ബുക്കിലെ കുറിക്കുന്ന കവിതകളായാലും എനിക്ക് അത് കൂടുതൽ ആസ്വദിക്കാനുള്ള ഒരു കഴിവ് മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ല. അദ്ദേഹം അത്രത്തോളം നല്ല കഴിവുള്ള ഓരോ വരികളും അർത്ഥവത്തായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം എഴുതുന്നത്. ഒരു 4 വരിയുടെ ആലപിക്കാം. നോക്കാം. വീഡിയോയുടെ നീളം കൂടുന്നതിനനുസരിച്ച് കാണികളുടെ കുഴപ്പമില്ല, അത് നോക്കണ്ട. എൻ്റെ 100ാമത്തെ കവിത
ഭാരതാംബ എന്ന് പറഞ്ഞ് എഴുതിയ കവിതയാണ് എന്ന പേരിൽ. അപ്പൊ അത് ഞാൻ ആലപിക്കാം. ഇപ്പോഴും ഫേസ്ബുക്കിൽ കിടപ്പുണ്ടല്ലോ. ഉണ്ട്. അമ്മേ ഭാരതാംബേ, നിന്റെ നന്മകൾ ലോകത്തിനേകി, പുണ്യവതിയായി ശിരസ്സുയർത്തി പാരിനാകെ പ്രകാശമായി. അമ്മേ ഭാരതാംബേ, നിന്റെ നന്മകൾ ലോകത്തിനേകി, പുണ്യവതിയായി ശിരസ്സുയർത്തി പാരിനാകെ പ്രകാശമായി. നാനാമതസ്ഥർക്കും അമ്മയായി കീർത്തിയേറ്റി തലയുയർത്തി, കീർത്തനം പാടുന്ന പഞ്ചവർണ്ണ കിളിപ്പാട്ടിലും നിന്റെ ഗാഥ. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശം, വിവിധ സംസ്കാരങ്ങളും വിവിധ ഭാഷയാൽ സമ്പന്നയായവൾ നീ. നിന്നെ ഇകഴ്ത്തുവാനായി പണിപ്പെടും കൂലിപ്പടക്കോപ്പുമായി, തീവ്രവാദത്തിൻ കരാളഹസ്തങ്ങളെ വെട്ടി നിരത്തുന്നു നീ. നിൻ മഹിമയേറുന്നു നാൾക്കുനാളിൽ ലോകശക്തിയായി മാറിടുന്നു. അഭിമാനിയായി പറയുവാനാവുന്നു ഞാനൊരു ഭാരതീയൻ. പ്രകൃതിയൊരുക്കിയ സൗന്ദര്യ ദേവതയാണെന്റെ ഭാരതാംബ. ലോകപടത്തിൽ മനോഹരിയായവൾ നിൽപ്പൂ തലയുയർത്തി. പ്രകൃതിയൊരുക്കിയ സൗന്ദര്യ ദേവതയാണെന്റെ ഭാരതാംബ. ലോകപടത്തിൽ മനോഹരിയായവൾ നിൽപ്പൂ തലയുയർത്തി. ലോകപടത്തിൽ മനോഹരിയായവൾ നിൽപ്പൂ തലയുയർത്തി. താങ്ക് യു. അപ്പോ ഉണ്ണി യാദൃശ്യമായിട്ടാണെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിനെ ഇവിടെ വെച്ച് കാണാനും പരിചയം നമ്മൾ നേരത്തെ ഉണ്ട്, എങ്കിലും ഇവിടെ വെച്ച് വീണ്ടും ഒരുപാട് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം. അതെ. അപ്പോ ഉണ്ണിയുടെ ജൈത്രയാത്ര മുന്നോട്ട് തന്നെ പോട്ടെ. നന്ദി. സപ്പോർട്ടായിട്ട് നമ്മളും പുറകെ കാണും. സന്തോഷം. വിജയിച്ചു വരട്ടെ. അപ്പോ ഒരുപാട് സന്തോഷം. ഓക്കെ.